കർണാടകയിൽ വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മതവിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. 2022 രാജ്യാന്തര തലത്തിൽ വളരെ ചർച്ചയായ ഹിജാബും കാവിഷാളും തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും കർണാടകയുടെ തെരുവുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തിരിച്ചെത്തിയിരിക്കുന്നു. അടുത്തിടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് വിലക്ക് ഔദ്യോഗികമായി പിൻവലിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വീണ്ടും കാവിഷാൾ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. എന്താണ് പുതിയ സർക്കാർ ഉത്തരവ്? എന്തിനാണ് വീണ്ടും പ്രതിഷേധങ്ങൾ? തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2022 ഫെബ്രുവരിയിലാണ് കർണാടകയിലെ തീരദേശ നഗരമായ ഉടുപ്പിയിലുള്ള ഒരു ഗവൺമെൻറ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ ഏതാനും വിദ്യാർത്ഥിനികളെ ക്ലാസ്സിൽ കയറുന്നതിൽ നിന്ന് അധികൃതർ തടഞ്ഞത്. അന്ന് കർണാടക ഭരിച്ചിരുന്നത് BJP സർക്കാരായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിഷ്കർഷിച്ചിട്ടുള്ള യൂണിഫോം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നും അത് ലംഘിക്കാൻ പാടില്ല എന്നുമായിരുന്നു അന്നത്തെ സർക്കാർ ഉത്തരവ്. ഈ ഉത്തരവ് ഹിജാബ് ധരിക്കുന്നതിന് ഫലത്തിൽ നിരോധിക്കുന്ന ഒന്നായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനമൊട്ടാകെ ഉയർന്നു. തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണ് ഹിജാബ് എന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിനികൾ തെരുവിലിറങ്ങി. ഈ സമയം ഹിജാബിനെ പ്രതികൂലിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ കാവിഷാൾ ധരിച്ചാണ് ക്യാമ്പസുകളിലെത്തിയത്. പിന്നീട് ഈ വിഷയം കർണാടക ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും എത്തി. 2022 മാർച്ചിൽ കർണാടക ഹൈക്കോടതി സർക്കാരിൻ്റെ യൂണിഫോം ഉത്തരവ് ശരിവച്ചു. എന്നാൽ പിന്നീട് കേസ് പരിഗണിച്ച സുപ്രീം കോടതി ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഭിന്നവിധി പുറപ്പെടുവിച്ചതിനാൽ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ വലിയൊരു ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. ഇനി നിലവിലെ സാഹചര്യത്തിലേ വരാം. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ ഹിജാബ് വിലക്ക് പിൻവലിക്കുമെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 മെയ് മാസത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു ഉത്തരവ് പുറത്തിറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അച്ചടക്കത്തെയും സുരക്ഷയും വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ പ്രക്രിയയും ബാധിക്കാത്ത രീതിയിൽ സ്കൂൾ യൂണിഫോമിനൊപ്പം ചില പരിമിതമായ മതപരമായ ചിഹ്നങ്ങൾ കൂടി ധരിക്കാൻ പുതിയ ഉത്തരവ് അനുമതി നൽകുന്നു. അതായത് ഹിജാബ്, സിഖ് വിദ്യാർത്ഥികൾക്കുള്ള തലപ്പാവ്, പൂണൂൽ, രുദ്രാക്ഷം, ശിവധാര തുടങ്ങിയവ ധരിച്ച് ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകളിലെത്താം. ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന മതപരവും സാംസ്കാരികവുമായ ആചാരങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണെന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാത്രമല്ല ഇളവുകളെന്നും സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നു. ഇതോടെ 2022 BJP സർക്കാർ കൊണ്ടുവന്ന വിവാദപരമായ ഉത്തരവ് റദ്ദാക്കപ്പെട്ടു. ഏതെങ്കിലും വിദ്യാർത്ഥി ഇത്തരം ചിഹ്നങ്ങളുടെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പാടില്ലെന്നും പുതിയ ഉത്തരവിൽ കർശനമായി പറയുന്നുണ്ട്. എന്നാൽ ഈ സർക്കാർ ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. ശ്രീരാമസേന പോലുള്ള ഹിന്ദുത്വ സംഘടനകളും പ്രതിപക്ഷമായ BJPയും സർക്കാരിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്നും ഇത് ക്യാമ്പസുകളിൽ വീണ്ടും മതപരമായ ചേരിതിരിവും വിദ്വേഷവും ഉണ്ടാക്കുമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഹുബുള്ളി ഉൾപ്പെടെയുള്ള വടക്കൻ കർണാടകയിലെ പലയിടങ്ങളിലും ശ്രീരാമസേന പ്രവർത്തകർ സ്കൂളുകൾക്കും കോളേജുകൾക്കും മുന്നിൽ തടിച്ചുകൂടുകയും വിദ്യാർത്ഥികൾക്ക് കാവിഷാളുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ കാവിഷാൾ ക്യാമ്പയിൻ ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ഹിജാബ് അനുവദിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കാവിഷാൾ ധരിക്കാനും അവകാശമുണ്ടെന്ന് ഇവരുടെ വാദം. എന്നാൽ ഇതിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന പാരമ്പര്യമായി ധരിച്ചു വരുന്ന മതപരമായ ആചാരങ്ങൾക്ക് മാത്രമേ യൂണിഫോമിനൊപ്പം അനുമതിയുള്ളൂ എന്നും കാവിഷാൾ ധരിക്കുക എന്നത് അടുത്ത കാലത്ത് മാത്രം ആരംഭിച്ച ഒരു പുതിയ പ്രതിഷേധ രീതിയാണെന്നും അത് സ്കൂളുകളിൽ അനുവദിക്കില്ല എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാണ്. വിദ്യാഭ്യാസം നേടുക എന്ന കുട്ടികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശത്തിന്മേൽ വീണ്ടും മതപരവും രാഷ്ട്രീയവുമായ തർക്കങ്ങൾ കരിനിഴൽ വീഴ്ത്തുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ നയം എന്നാണ് സർക്കാർ ഈ വിലക്ക് നീക്കലിനെ വിശേഷിപ്പിക്കുന്നത്. മറുഭാഗത്ത് ഇത് കേവലം വോട്ട് ബാങ്കിൽ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ തീരുമാനമാണെന്ന് ആരോപിച്ച് കാവിഷാൾ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തുന്നു. ക്യാമ്പസുകൾ എന്നത് വിദ്യാർത്ഥികൾക്ക് അറിവ് നേടാനും ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കാനുമുള്ള ഇടങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയ മതസംഘടനകൾ പോർവിളി നടത്താനുള്ള വേദികളല്ല. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ അന്തിമ വിധി വരുന്നത് വരെയെങ്കിലും ഈ വിഷയത്തിൽ പൂർണ്ണമായ നിയമപരമായ വ്യക്തത വരാൻ സാധ്യതയില്ല. നിലവിലെ സാഹചര്യത്തിൽ ക്യാമ്പസുകളിൽ സമാധാനവും വിദ്യാർത്ഥികൾക്കിടയിൽ സൗഹാർദ്ദവും അച്ചടക്കവും നിലനിർത്തുക എന്നത് തന്നെയാകും വരും ദിവസങ്ങളിൽ കർണാടക സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി.